ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നവരും ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയാത്തവരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ടാലൻറ്റോ ലക്കോ ഹാർഡ് വർക്കോ ഒന്നുമല്ല, അത് ഡിസിപ്ലിനാണ്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു ഡിസിപ്ലിൻ അല്ല കേട്ടോ. മിക്ക ആൾക്കാരും ചിന്തിക്കുന്നത് നമുക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ നമ്മളെ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കുന്നത് ആ ഡിസിപ്ലിൻ എന്നാണ്. അതുകൊണ്ടാണ് 92% ആളുകളും അവരുടെ ലക്ഷ്യങ്ങൾ 3 മാസത്തിൻ്റെ ഉള്ളിൽ ഡ്രോപ്പ് ചെയ്യുന്നത്, ക്വിറ്റ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ഡിഫറെൻറ്റ് അപ്രോച്ച് പറഞ്ഞുതരാം, ദ ഫീനിക്സ് മെത്തേഡ്. ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ട്രഡീഷണൽ ഡിസിപ്ലിൻ അഡ്വൈസ് ഫെയിൽ ആവുന്നത്. അതേപോലെ ആയിരക്കണക്കിന് ആളുകൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ കഴിയുന്ന ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യാൻ സഹായിച്ച ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സിസ്റ്റം. സോ നിങ്ങളൊരു വർക്കൗട്ട് റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്ത് ഒരാഴ്ച ആയപ്പോഴേക്കും ഡ്രോപ്പ് ചെയ്തവരാണെങ്കിൽ, ഒരു പ്രൊഡക്ടിവിറ്റി കോഴ്സൊക്കെ എടുത്തിട്ടും പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ്ലി നിങ്ങൾ ആഗ്രഹിക്കുന്നതൊന്നും അച്ചീവ് ചെയ്യാൻ സാധിക്കാത്ത ഒരാളാണെങ്കിൽ, ദെൻ ഈ മെത്തേഡ് നിങ്ങൾ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരും. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ യുവർ ബ്രദർ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ഗ്രേറ്റ് എപ്പിസോഡ്, ദി ഡിസിപ്ലിൻ ട്രാപ്പ്. നിങ്ങൾ ഇതുവരെ ഡിസിപ്ലിനെ കുറിച്ച് പഠിച്ചതൊക്കെ ചിലപ്പോൾ റോങ് ആയിരിക്കാം. സൊസൈറ്റി നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? ഡിസിപ്ലിൻ എന്നാൽ ഫുൾ ഡിസ്കംഫോർട്ടായിട്ട് നമുക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഫോഴ്സ് ചെയ്ത് ചെയ്യുന്നതാണ് എന്നാണ്, അല്ലേ? അതുകൊണ്ട് തന്നെയാണ് മെജോറിറ്റി ആളുകൾക്കും ഡിസിപ്ലിൻഡ് ആവാൻ സാധിക്കാത്തതും. ഒരു ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ എടുക്കും, പക്ഷേ അതൊരു 2 ആഴ്ചത്തേക്കേ ഉണ്ടാവുള്ളൂ. മെഡിറ്റേഷൻ ചെയ്യാൻ ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ഇപ്പോൾ ആപ്പിൻ്റെ പേരെന്താന്ന് പോലും ഓർമ്മയുണ്ടാവില്ല. മിക്ക ഡിസിപ്ലിൻ സ്ട്രാറ്റജീസും ഫെയിൽ ആകുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് അവർ ഹ്യൂമൻ നേച്ചറിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ശരിക്കും നമ്മൾ ഹ്യൂമൻ നേച്ചറുമായിട്ട് വർക്ക് ചെയ്യാണ് വേണ്ടത്. നിങ്ങളുടെ ബ്രെയിൻ ശരിക്കും ഈ ഡിസ്കംഫോർട്ട് അവോയ്ഡ് ചെയ്ത് പ്ലെഷർ സീക്ക് ചെയ്യാനാണ് വയേർഡായിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ സ്വയം ഡിസ്കംഫോർട്ടിലേക്ക് ഓവറായിട്ട് ഫോഴ്സ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് പിന്നെ ഒട്ടും ഫോളോ ചെയ്യാൻ സാധിക്കാതെ വരും. അവിടെയാണ് ഫീനിക്സ് മെത്തേഡിൻ്റെ ഇമ്പോർട്ടൻസ്. ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഫീനിക്സ് പക്ഷിയെ പോലെ സീറോയിൽ നിന്ന് നിങ്ങളെ ഡിസിപ്ലിനിലേക്ക് റീബിൽഡ് ചെയ്യാൻ ഈ മെത്തേഡിന് സാധിക്കും. അതും അങ്ങനെ അധികം ഫോഴ്സ് ചെയ്യാതെ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ. ഇതിന് 4 ഫേസസ് ആണുള്ളത്. നമ്പർ 1 ആഷസ്, clearing the obstacles. Number 2 spark, creating the right conditions. Number 3 flame, building sustainable momentum. And number 4 flight, achieving effortless consistency. സോ നമുക്ക് ഓരോ ഫേസസും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫേസ് നമ്പർ 1 ആഷസ്. ഒരു ഫീനിക്സ് പക്ഷിക്ക് ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ ആദ്യം പഴയതൊക്കെ കത്തി നശിക്കണം. ഫേസ് 1 എന്ന് പറയുന്നത് നിങ്ങളെ ഡിസിപ്ലിൻഡ് ആവുന്നതിൽ നിന്നും സ്റ്റോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളെ കണ്ടെത്തി ഒഴിവാക്കുക എന്നതാണ്. മിക്ക ആൾക്കാരും അവരെന്ത് ചെയ്ത് തുടങ്ങണം എന്നതിലായിരിക്കും ഫോക്കസ് ചെയ്യുക. ബട്ട് സീക്രട്ട് എന്താണെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യുന്നത് നിർത്തേണ്ട കാര്യങ്ങളിലാണ്, സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓട്ടയുള്ള ബക്കറ്റിലേക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? സോ നിങ്ങളുടെ ഫസ്റ്റ് അസൈൻമെൻറ്റ് ഇതാണ്, ഒരു ഫ്രിക്ഷൻ ഓഡിറ്റ് നടത്തുക. എന്ന് വെച്ചാൽ ഇനിയുള്ള 3 ദിവസത്തേക്ക് എപ്പോഴൊക്കെ നിങ്ങളൊരു കമ്മിറ്റ്മെൻറ്റ് ബ്രേക്ക് ചെയ്യുന്നോ, അതായത് വർക്ക് ചെയ്യുമ്പോൾ ഫോൺ എടുക്കുന്നതാവാം, ജങ്ക് ഫുഡ് കഴിക്കുന്നതാവാം, ഒരുപാട് ലേറ്റ് ആയിട്ട് കിടക്കുന്നതാവാം, അങ്ങനെ നിങ്ങളൊരു കമ്മിറ്റ്മെൻറ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ ആ ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുന്നേ എന്താണ് സംഭവിച്ചത് എന്നൊന്ന് എഴുതി വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു പാറ്റേൺ കണ്ടെത്താൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ചിലപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്യുന്നത് ചിലപ്പോൾ എന്തെങ്കിലും ലോഡ് ആവാൻ ടൈം എടുക്കുമ്പോഴായിരിക്കാം. ടയേർഡ് ആവുമ്പോഴാവും ചിലപ്പോൾ നിങ്ങൾക്ക് ജങ്ക് ഫുഡ്സ് കഴിക്കാൻ തോന്നുന്നത്. അങ്ങനെ ഓരോ ഫ്രിക്ഷൻ പോയിന്റ്സ് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. വൺസ് നിങ്ങൾ ആ ഫ്രിക്ഷൻ പോയിന്റ്സ് മനസ്സിലാക്കിയാൽ ദെൻ അതിനനുസരിച്ച് നിങ്ങളുടെ എൻവയോൺമെൻറ്റ് ഒന്ന് റീഡിസൈൻ ചെയ്യുക. അതിന് വിൽ പവർ അല്ല വേണ്ടത്, ഇൻ്റലിജൻസ് ആണ്. ഹെൽത്തി ഫുഡ് കഴിക്കണോ എങ്കിൽ ജങ്ക് ഫുഡ്സ് വാങ്ങി വീട്ടിൽ വെക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുക. ഡെയിലി എക്സസൈസ് ചെയ്യണോ, ദെൻ തലേ ദിവസം നൈറ്റ് തന്നെ വർക്കൗട്ട് ഡ്രസ്സൊക്കെ സെറ്റാക്കി വെക്കുക. കൂടുതൽ ബുക്ക് വായിക്കണോ എങ്കിൽ ആദ്യം ഫോൺ വെച്ചിരുന്ന സ്ഥലത്ത് ബുക്സ് വെക്കുക. സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഫ്രിക്ഷൻ ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യുക എന്നതാണ്. എന്താണ് നിങ്ങളെ ആ ബാഡ് ബിഹേവിയറിലേക്ക് ലീഡ് ചെയ്യുന്നത് എന്ന് കണ്ടെത്തുക. ദെൻ നിങ്ങൾ ശരിക്കും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബിഹേവിയർ ഉണ്ടല്ലോ, ഹാബിറ്റ് ഉണ്ടല്ലോ, അത് കുറേ കൂടി ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്കും നിങ്ങളുടെ ബാഡ് ബിഹേവിയേഴ്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാകുന്ന രീതിയിലേക്കും നിങ്ങളുടെ എൻവയോൺമെൻറ്റ് ഒന്ന് റീഡിസൈൻ ചെയ്യുക. ഫേസ് നമ്പർ 2 സ്പാർക്ക്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒബ്സ്റ്റാക്കിൾസ് ഒക്കെ കണ്ടെത്തി റിമൂവ് ചെയ്തു. ഇനി ആ സ്പാർക്ക് ഉണ്ടാക്കുകയാണ് വേണ്ടത്. സോ ഈ ഒരു ഫേസിൽ നിങ്ങളുടെ ഡിസിപ്ലിൻ സിസ്റ്റം ഡിസൈൻ ചെയ്യുകയാണ്. ആൾക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഒറ്റയടിക്ക് കുറേ ചേഞ്ചസ് കൊണ്ടുവരാൻ ശ്രമിക്കും എന്നതാണ്. ഈ വലിയ ചേഞ്ചസിനെ ബ്രെയിൻ ഒരു ത്രെറ്റായിട്ടാണ് കാണുക. അത് അവോയ്ഡ് ചെയ്യാനായിട്ട് മാക്സിമം അത് ശ്രമിക്കും. സോ പകരം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് മൈക്രോ പ്രോഗ്രഷനിലാണ്. അതിന് 3 ടെക്നിക്സ് ഉണ്ട്. ടെക്നിക് നമ്പർ 1 ദ 2 മിനിറ്റ് റൂൾ. നിങ്ങൾ പുതിയതായിട്ട് കൊണ്ടുവരാൻ പോകുന്ന ഒരു ഹാബിറ്റിൻ്റെ ജസ്റ്റ് ഒരു 2 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വേർഷൻ ആദ്യം ക്രിയേറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കിപ്പോൾ ബുക്ക് വായിക്കണം എന്നൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യണമെങ്കിൽ ദെൻ ആദ്യ ദിവസം തന്നെ 1 മണിക്കൂർ വായിക്കാൻ ശ്രമിക്കരുത്. പകരം 1 പേജ് വായിക്കുക.
മെഡിറ്റേഷൻ ചെയ്യണോ? ഫസ്റ്റ് ഡേ തന്നെ 30 മിനിറ്റ് ഒന്നും ചെയ്യേണ്ട, പകരം 2 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുക. ഇത് നിങ്ങളുടെ ഫൈനൽ ഗോൾ അല്ല കേട്ടോ, സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. പെർഫെക്ഷൻ അല്ല ഫോക്കസ് ചെയ്യേണ്ടത്, നമ്മൾ ന്യൂറൽ പാത്വേസ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. ടെക്നിക് നമ്പർ 2, ഇംപ്ലിമെൻറ്റേഷൻ ഇൻറ്റൻഷൻസ്. എനിക്ക് എക്സസൈസ് ചെയ്യണം എന്ന് പറയുന്നത് ഒരു ജനറൽ ഗോളാണ്, ആൻഡ് അതിനൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അതിന് പകരം കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് ഗോൾസ് സെറ്റ് ചെയ്യുക. ഞാൻ രാവിലെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ എൻ്റെ റൂമിൽ തന്നെ 10 പുഷപ്പ് അടിക്കും. ഇത് കുറച്ചുകൂടി ക്ലിയർ ആണ് അല്ലേ? നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവും. റിസർച്ചുകൾ ഒരു സിമ്പിൾ ഫോർമുല തന്നെ പറയുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഫോളോ ചെയ്യുന്ന ഒരു ഹാബിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ പുതിയ ഹാബിറ്റ് ഒരു സ്പെസിഫിക് ലൊക്കേഷനിൽ ചെയ്യും. ഈ ഒരു ഫോർമുലയിൽ നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്താൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ പുതിയ ഹാബിറ്റ് ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റും. സക്സസ് റേറ്റ് കൂടും. ടെക്നിക് നമ്പർ 3, ദ മിനിമം വയബിൾ ഹാബിറ്റ്. അതായത് നിങ്ങൾക്ക് ഏത് ഹാബിറ്റാണോ പുതുതായിട്ട് കൊണ്ടുവരേണ്ടത് അതിൻ്റെ ഒരു മിനിമം പോയിന്റ് കൂടി നിങ്ങൾ സെറ്റ് ചെയ്യാം. ആൻഡ് അതെങ്കിലും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയാൽ ദെൻ ആ ഹാബിറ്റ് അന്ന് നിങ്ങൾ ഫോളോ ചെയ്തതായിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഡെയിലി 15 മിനിറ്റ് വർക്കൗട്ട് ചെയ്യുക എന്നതാണ് ഗോൾ എന്നുണ്ടെങ്കിൽ മിനിമം പോയിന്റ് ഒരു 25 പുഷപ്പ് ആക്കാം. റൈറ്റിംഗ് ആണ് ഹാബിറ്റ് എങ്കിൽ ഒരു സെൻറ്റൻസ് എഴുതുന്നതാവാം. ഹെൽത്തി ഈറ്റിംഗ് ആണെങ്കിൽ ഒരു ഫ്രൂട്ടെങ്കിലും കഴിക്കുന്നതാവാം. ഇതെന്തിനാന്ന് വെച്ചാൽ ചില ദിവസങ്ങളിൽ ചിലപ്പോൾ നമുക്കതിൻ്റെ ഫുൾ വേർഷൻ ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. മനുഷ്യനല്ലേ, പല പല റീസൺസ് ഉണ്ടാവാം. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ചെറിയ വേർഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആ സ്ട്രീക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ഫേസിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം നിങ്ങളുടെ ഹാബിറ്റിൻ്റെ ഒരു 2 മിനിറ്റ് വേർഷൻ ഡിഫൈൻ ചെയ്യുക ആൻഡ് മിനിമം പോയിന്റും സെറ്റ് ചെയ്യാം. അതേപോലെ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ഇംപ്ലിമെൻറ്റേഷൻ ഇൻറ്റൻഷൻ യൂസ് ചെയ്യുക. സ്പെസിഫിക് ആയിട്ട് ഗോൾ സെറ്റ് ചെയ്യുക. ഫേസ് നമ്പർ 3, ഫ്ലെയിം. സോ ഇപ്പോൾ നിങ്ങൾക്ക് ആ സ്പാർക്ക് കിട്ടി, ഇനി ആ ഫ്ലെയിം ബിൽഡ് ചെയ്യാണ് വേണ്ടത്. ഈ ഫേസിൽ ഒരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്, ആൻഡ് അതോടൊപ്പം വരുന്ന ചലഞ്ചസിനെയൊക്കെ ഓവർകം ചെയ്യുക എന്നതുകൂടിയാണ്. ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾക്കും ഒരുപാട് ചലഞ്ചസ് വരും. അവരതൊക്കെ ഓവർകം ചെയ്ത് മുന്നോട്ട് വരുന്നത് കൊണ്ടാണ് അവർ സക്സസ്ഫുൾ ആവുന്നത്. അവർക്കതിന് ഓരോ സിസ്റ്റംസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ചില ടെക്നിക്സ് പറഞ്ഞുതരാം. നമ്പർ 1, ദി നെവർ മിസ് ട്വൈസ് റൂൾ. ചില ദിവസങ്ങൾ നമ്മൾ മിസ് ചെയ്യും, കാരണം നമ്മളൊക്കെ മനുഷ്യന്മാർ തന്നെയാണ്. പക്ഷേ ഒരു റൂൾ സെറ്റ് ചെയ്യാം, നെവർ മിസ് ട്വൈസ് ഇൻ എ റോ. അടുപ്പിച്ച് 2 ദിവസം മിസ് ചെയ്യരുത്. മൺഡേ വർക്കൗട്ട് ചെയ്യാൻ പറ്റിയില്ലേ, ഓക്കെ, പക്ഷേ ട്യൂസ്ഡേ നിങ്ങൾ മിസ് ചെയ്യരുത്. ലഞ്ച് നിങ്ങൾ ജങ്ക് ഫുഡാണോ കഴിച്ചേ എങ്കിൽ ഡിന്നർ എന്തായാലും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെ കഴിക്കണം. ഒരു പ്രാവശ്യം മിസ്റ്റേക്ക് പറ്റി, ഓക്കെ, പക്ഷേ 2 മിസ്റ്റേക്സ് അടുപ്പിച്ച് ചെയ്യരുത്, കാരണം അതൊരു പുതിയ ഹാബിറ്റിൻ്റെ തുടക്കമാവാം. നമ്പർ 2, പ്രോഗ്രസ് ട്രാക്കിംഗ് ദാറ്റ് ആക്ച്വലി വർക്ക്സ്. പല ആളുകളും ശരിക്കും വേണ്ടാത്ത കാര്യങ്ങളാവും ട്രാക്ക് ചെയ്യുക. ബിഹേവിയേഴ്സിന് പകരം അവർ ഔട്ട്കംസ് മാത്രമായിരിക്കും ട്രാക്ക് ചെയ്യുന്നത്. പ്രൊജക്റ്റ് ഫിനിഷ് ചെയ്തു എന്ന് ട്രാക്ക് ചെയ്യുന്നതിന് പകരം പ്രൊജക്റ്റിൽ 25 മിനിറ്റ് വർക്ക് ചെയ്തു എന്ന് ട്രാക്ക് ചെയ്യുക. ബിക്കോസ് ചില സമയത്ത് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടാവും, ബട്ട് അതിൻ്റെ റിസൾട്ട് അപ്പം തന്നെ കിട്ടി എന്ന് വരില്ല. സോ നിങ്ങൾ വിചാരിക്കും പ്രോഗ്രസ് ഇല്ല എന്ന്. ഡോണ്ട് ബി ലൈക്ക് ദാറ്റ്. ഇൻസ്റ്റെഡ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ട്രാക്ക് ചെയ്യുക. ദാറ്റ്സ് മോർ ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഒരു ഹാബിറ്റ് ട്രാക്കർ കീപ്പ് ചെയ്യുക. വേണമെങ്കിൽ നിങ്ങളുടെ സാധാ കലണ്ടറിൽ മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാം. ജസ്റ്റ് ട്രാക്ക് ഇറ്റ് ആൻഡ് മേക്ക് ഷുവർ യു ആർ കൺസിസ്റ്റൻറ്റ്. നമ്പർ 3, ദി എനർജി മാനേജ്മെൻറ്റ് സിസ്റ്റം. ഡിസിപ്ലിൻ എന്നത് ടൈം മാനേജ്മെൻറ്റ് മാത്രമല്ല, എനർജി മാനേജ്മെൻറ്റ് കൂടിയാണ്. നിങ്ങൾക്ക് 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എനർജിയാണുള്ളത്: ഫിസിക്കൽ, മെൻ്റൽ, ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ. നിങ്ങൾക്ക് ഏറ്റവും ഡിസിപ്ലിൻ ആവശ്യമുള്ള ടാസ്കുകളൊക്കെ ഹയസ്റ്റ് എനർജിയുള്ള ടൈമിലേക്ക് സ്കെഡ്യൂൾ ചെയ്യുക. മിക്ക ആളുകൾക്കും അത് രാവിലത്തെ ടൈമായിരിക്കും. ഏറ്റവും ടഫായിട്ടുള്ളത് നിങ്ങൾക്ക് ഏറ്റവും എനർജി കുറഞ്ഞ സമയത്തേക്ക് സ്കെഡ്യൂൾ ചെയ്യാതിരിക്കുക. ദ ഡിഫിക്കൽട്ടി പ്രോഗ്രഷൻ. ഇത് കുറച്ച് അഡ്വാൻസ്ഡ് ആണ് കേട്ടോ. വൺസ് നിങ്ങൾ നിങ്ങളുടെ മിനിമം ഹാബിറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ യൂഷ്വലി ഒരു 2 to 3 വീക്സ് അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഹാബിറ്റിൻ്റെ ഡിഫിക്കൽട്ടി ഗ്രാജുവലി കൂട്ടി കൊണ്ടുവരാം. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് 2 മിനിറ്റ് ആണെങ്കിൽ ദെൻ ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ട് അത് 3 മിനിറ്റ് ആക്കുക, ദെൻ 5 മിനിറ്റ്, ദെൻ 7 മിനിറ്റ് ആൻഡ് ഗോ ഓൺ ലൈക്ക് ദാറ്റ്. അതായത് ഒറ്റയടിക്ക് വലിയൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നതിന് പകരം ചെറിയ സ്റ്റെപ്സ് എടുത്ത് വെക്കുക. സോ നിങ്ങൾക്ക് പ്രോഗ്രഷൻ ഉണ്ടാവും, കൺസിസ്റ്റൻ്റ് ആവാൻ പറ്റും, ആൻഡ് അതൊരു ബേർഡനായിട്ട് ഫീൽ ചെയ്യുകയുമില്ല. സോ ഈ ഒരു ഫേസിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ട്രാക്കിംഗ് സിസ്റ്റം സെറ്റ് ചെയ്യുക ആൻഡ് നെവർ മിസ് ട്വൈസ് റൂൾ ഫോളോ ചെയ്യുക. ആൻഡ് അതേപോലെ ഏറ്റവും ഡിഫിക്കൽട്ട് ടാസ്കുകൾ നിങ്ങൾക്ക് ഏറ്റവും എനർജി ഉള്ള സമയത്തേക്ക് സ്കെഡ്യൂൾ ചെയ്യുക. ഫേസ് നമ്പർ 4, ഫ്ലൈറ്റ്. ഇവിടെയാണ് ശരിക്കും മാജിക് സംഭവിക്കുന്നത്. ഈ ഫേസിൽ നിങ്ങളുടെ ഡിസിപ്ലിൻ ഉണ്ടല്ലോ, അത് ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ട് മാറും. നിങ്ങളുടെ ഗുഡ് ഹാബിറ്റ്സ് ബ്രഷ് ചെയ്യുന്ന പോലെ ഈസി ആൻഡ് ഓട്ടോമാറ്റിക് ആയിട്ട് മാറും. ശരിക്കും ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നിങ്ങളെ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്ത് ചെയ്യിക്കുന്നതല്ല, നിങ്ങൾ നാച്ചുറലി അങ്ങനെ ഒരാളായിട്ട് മാറുന്നതാണ്. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ചില ടെക്നിക്സ് പറഞ്ഞുതരാം. നമ്പർ 1, ഐഡൻറ്റിറ്റി ബേസ്ഡ് ഹാബിറ്റ്സ്. എന്ത് അച്ചീവ് ചെയ്യണം എന്നതിൽ ഫോക്കസ് ചെയ്യാതെ അതിന് നിങ്ങൾ എങ്ങനെ ആവണം എന്നതിൽ ഫോക്കസ് ചെയ്യുക. ഫോക്കസ് ഓൺ ഹൂ യു വാണ്ട് ടു ബിക്കം.
എനിക്ക് 10 കിലോ വെയിറ്റ് കുറയ്ക്കണം എന്നതിന് പകരം എനിക്ക് എൻ്റെ ബോഡി നന്നായിട്ട് കെയർ ചെയ്യുന്ന ഒരു പേഴ്സൺ ആവണം എന്ന് ചിന്തിക്കുക. ഒരു ബുക്ക് എഴുതണം എന്നതിന് പകരം ഞാനൊരു റൈറ്ററാണ് എന്ന് ചിന്തിക്കുക. ആൻഡ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കുന്ന ഓരോ ആക്ഷനും നിങ്ങൾ ആഗ്രഹിക്കുന്ന പേഴ്സൺ ആവാനുള്ള ഒരു വോട്ടാണ്. നമ്പർ 2, ദ കോമ്പൗണ്ട് ഇഫക്റ്റ്. ചെറിയ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഹാബിറ്റ്സ് കോമ്പൗണ്ട് ചെയ്യും. ഡെയിലി 10 പേജ് വായിക്കുന്നത് ചെറിയ കാര്യമായിരിക്കാം, ബട്ട് ഒരു വർഷം നിങ്ങൾ 3650 പേജ് വായിക്കും. എബൌട്ട് 12 ബുക്സ്. ഡെയിലി 20 പുഷപ്പ് എടുക്കുന്നത് ചെറുതാവാം, ബട്ട് ഇയർലി നോക്കുമ്പോൾ അത് 7300 പുഷപ്പാണ്. സോ ലോങ് ടേം ആയിട്ട് ചിന്തിക്കുക. ഇന്ന് ചെറുതായിട്ട് തോന്നുന്നത് നാളെ വലിയൊരു കാര്യമായിട്ട് മാറും. നമ്പർ 3, ദ ഹാബിറ്റ് സ്റ്റാക്ക്. വൺസ് നിങ്ങളൊരു പുതിയ ഹാബിറ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ അതിൻ്റെ ടോപ്പിൽ നിങ്ങൾക്ക് വേറെ ഹാബിറ്റ്സ് കൊണ്ടുവരാൻ പറ്റും. വർക്കൗട്ട് കൺസിസ്റ്റൻ്റ് ആയാൽ ദെൻ അതിനുശേഷം ഫുഡ് ഉണ്ടാക്കുന്ന ഹാബിറ്റ് കൊണ്ടുവരാം. അതായത് ഓൾറെഡി നിങ്ങൾക്കുള്ള ഹാബിറ്റ്സ് ലെവറേജ് ആയിട്ട് എടുത്തിട്ട് പുതിയ ഹാബിറ്റ്സ് കൊണ്ടുവരിക. സി, ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു സ്കില്ല് തന്നെയാണ്. അത് ഒരു ഏരിയയിൽ നിങ്ങൾ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ദെൻ അത് മറ്റൊരു ഏരിയയിലേക്ക് സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈസി ആവും. മെഡിറ്റേഷൻ ഡെയിലി ചെയ്യുന്നവർക്ക് വർക്കിലും ഫോക്കസ് ചെയ്യാൻ ഈസി ആയിരിക്കും. സോ ഈ ഒരു ഫേസിൽ നിങ്ങളുടെ ആക്ഷൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏതൊരു പേഴ്സൺ ആവണം, നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഡിഫൈൻ ചെയ്യുക ആൻഡ് ആ ഒരു ഐഡൻറ്റിറ്റിയിൽ ഇരുന്നു കൊണ്ട് ഡിസിഷൻ എടുക്കുക. അതേപോലെ എക്സിസ്റ്റിംഗ് ഹാബിറ്റ്സിൻ്റെ ടോപ്പിൽ പുതിയ നല്ല ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യാനും ശ്രമിക്കാം. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഫീനിക്സ് മെത്തേഡ് പെട്ടെന്നൊന്ന് റീക്യാപ്പ് ചെയ്താലോ. ഫേസ് 1, ആഷസ്. ഫ്രിക്ഷൻ ഓഡിറ്റ്സ് ആൻഡ് എൻവയോൺമെൻറ്റൽ ഡിസൈനിങ്ങിലൂടെ മുന്നിലുള്ള ഒബ്സ്റ്റാക്കിൾസ് ആദ്യം റിമൂവ് ചെയ്യുക. ഫേസ് 2, സ്പാർക്ക്. ചെറിയ സ്റ്റെപ്സ് എടുത്ത് തുടങ്ങുക. 2-minute റൂൾ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഇൻറ്റൻഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുക. ഫേസ് 3, ഫ്ലെയിം. മൊമെൻറ്റം ബിൽഡ് ചെയ്യുക. പ്രോപ്പറായിട്ട് പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുക ആൻഡ് നെവർ മിസ് ട്വൈസ് എന്ന റൂള് ഫോളോ ചെയ്യുക. ആൻഡ് ഫേസ് 4, ഫ്ലൈറ്റ്. ഐഡൻറ്റിറ്റി ചേഞ്ചിലൂടെ ഡിസിപ്ലിൻ ഈസി ആക്കി മാറ്റുക ആൻഡ് ഹാബിറ്റ് സ്റ്റാക്കിങ്ങും ചെയ്യാം. സോ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് ഒറ്റയടിക്ക് ചെയ്യാൻ കഴിയുന്നൊരു കാര്യം അല്ല എന്ന്. അതിന് ടൈം എടുക്കും, കൺസിസ്റ്റൻ്റ് ആവണം. സോ നിങ്ങൾക്കൊരു ചലഞ്ച് തരാം. ഒരു ഹാബിറ്റ് ചൂസ് ചെയ്യുക, ഒരൊറ്റ ഹാബിറ്റ്. ദെൻ ഈ ഫീനിക്സ് മെത്തേഡ് ഒരു 30 ദിവസത്തേക്ക് നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങളുടെ പ്രോഗ്രസ് എഴുതി വയ്ക്കുക ആൻഡ് നിങ്ങളുടെ റിസൾട്ട് കമൻറ്റിൽ ഷെയർ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, റിമെമ്പർ എവറി എക്സ്പേർട്ട് വാസ് വൺസ് എ ബിഗിനർ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ. ഹാവ് എ ഗ്രേറ്റ് ഡേ.